ദൈവം ഓരോ മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൽ സമർപ്പിച്ച ഒരു ജീവിതം. സർവശക്തനായ ദൈവം നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി നല്ല അപ്പനും നല്ല അമ്മയ്ക്കും ജനിക്കുവാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് തന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ഒരു സമർപ്പണ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് അങ്ങനെ ഒരു വചനമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. സദൃശ്യവാക്യം 16-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. സങ്കീർത്തനത്തിലുണ്ട് യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്കാം. ഇവിടെ നിന്റെ പ്രവർത്തികളെ, നീ എന്തൊക്കെ ചെയ്തിട്ടും പരാജയപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം. നീ എന്തു മനസ്സിൽ ഉദ്ദേശിച്ചോ, എന്താഗ്രഹിച്ചോ, അത് ദൈവം നിനക്ക് സാധിപ്പിച്ചു തരും. ഇന്നത്തെ സന്ദേശം എന്താ? നിങ്ങളുടെ പല ആഗ്രഹങ്ങളും പല ഉദ്ദേശങ്ങളും ദൈവം സാധിപ്പിച്ചു തരാൻ പോകും. നിങ്ങൾ ചിന്തിച്ചും പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും തള്ളിക്കളഞ്ഞ പല വിഷയവും മറുപടിയായി നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകും. നമ്മുടെ ഓരോ പ്രവൃത്തികളെയും ദൈവത്തിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, കൈകൊണ്ട് ചെയ്യാതിരിക്കുക, ചിന്താമണ്ഡലം കൊണ്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ചിന്ത വിശുദ്ധമാകട്ടെ, നിങ്ങളുടെ കാലുകൾ പോകുന്ന പാതകൾ വിശുദ്ധമാകട്ടെ, നിങ്ങളുടെ കൈകൾ ഇടപെടുന്ന മേഖലകൾ വിശുദ്ധമാകട്ടെ. കാരണം ദൈവത്തിന് നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരു സമർപ്പണ ജീവിതം നിങ്ങൾ നയിക്കുന്നു എങ്കിൽ വചനം പറയുകയാണ്, നിന്റെ ഉദ്ദേശങ്ങൾ ഉടനെ സാധിക്കും. നമുക്കിന്ന് രാവിലെ പറയാം, കർത്താവേ ഞാൻ നിങ്ങൾ സമർപ്പിക്കും, എന്റെ പ്രവർത്തികളെ സമർപ്പിക്കും. ഹല്ലേലൂയ. കർത്താവേ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ നടത്തി തരണേ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി നിന്റെ മക്കൾ ചെയ്യുന്നെങ്കിൽ അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി മാത്രം ചെയ്യാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണേ കർത്താവ്. അവരെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യുന്നു കർത്താവ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിന്റെ ആഗ്രഹം യേശു നടത്തിത്തരും, നിന്റെ ഉദ്ദേശം സാധിക്കും.